റളിയല്ലാഹു അൻഹു ജുമുഅക്ക് മുമ്പ് നടപ്പിലാക്കിയ ബാങ്കിനെ ബിദ്അത്തായിട്ട് കണക്കാക്കാൻ പറ്റുമോ ഇല്ലേ? ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജുമുഅക്ക് 2 ബാങ്ക് ഉണ്ടാക്കിയല്ലോ, അപ്പൊ അത് ബിദ്അത്തായി കൂട്ടാൻ പറ്റുമോ? ഉസ്മാൻ അഫ്ഫാൻ ഇന്ന് കാണുന്ന രൂപത്തിൽ 2 ബാങ്ക് ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ കാലത്ത് അതിൽ മാറ്റം വന്നിട്ടുള്ള കാര്യം ശരിയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ആ പശ്ചാത്തലം. നബി തങ്ങളുടെ കാലത്തും അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തും ഉമർ ഖത്താബിന്റെ കാലത്തും ബാങ്ക് വിളിച്ചിരുന്നത് ഇമാമ് മിമ്പറിൽ കയറി അവിടെ ഇരുന്നാലാണ് എന്ന ഹദീസിൽ പറയുന്നു. എന്നാൽ ഫലമ്മാ കാന ഉസ്മാൻ വകസുറന്നാസ്, ഉസ്മാൻ അഫ്ഫാന്റെ കാലം വന്നപ്പോൾ അന്ന് ജനങ്ങൾ ഒരുപാട് വർദ്ധിച്ചു. ഉമർ ഖത്താബിന്റെ കാലത്ത് ഒരുപാട് പ്രദേശങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വരികയും ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത് ആളുകൾ വർദ്ധിച്ചു. ആളുകൾ വർദ്ധിച്ചപ്പോൾ ഈ ബാങ്ക് ആകുമ്പോഴേക്ക് ആളുകൾ പള്ളിക്ക് എത്തിപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇന്നത്തെ പോലെ ക്ലോക്കോ അലാറോ മൊബൈലോ വാച്ചോ ഒന്നുമില്ല. അത് നേരിൽ നോക്കിയിട്ടാണ് ആളുകൾ സമയം മനസ്സിലാക്കുക. അപ്പൊ ആളുകൾ പള്ളിക്ക് എത്തുമ്പോഴേക്ക് സമയം വൈകുന്നു. അവിടെ അസ്സാലിസ്, ഒരു വിളി കൂടി. നിലവിൽ ഒരു ബാങ്ക് ഉണ്ട്, ഒരു ഇഖാമത്ത് അവിടെ ഉണ്ട്, അത് 2 അതിന് പുറമെ 3ാമതൊരു വിളി കൂടി ഉസ്മാൻ അഫ്ഫാൻ നടപ്പാക്കി. അത് പള്ളിയിൽ വെച്ച് നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്നത് പോലുള്ള ഒരു 5 മിനിറ്റുള്ളിൽ 2 ബാങ്ക് എന്ന ഏർപ്പാടല്ല. ഉസ്മാൻ അഫ്ഫാൻ നടപ്പാക്കിയത് അല സൗറാഇ, ഇമാം ബുഖാരി ധരിച്ചതാണ്, സൗറായിൽ വെച്ച്. സൗറാ എന്ന് പറഞ്ഞാൽ ടൗണിലുള്ള ഉയർന്ന ഒരു സ്ഥലം. ഉസ്മാൻ അഫ്ഫാന്റെ വീടായിരുന്നു ടൗണിലുള്ള എന്നും അഭിപ്രായമുണ്ട്. അതിന് മീരെ കയറി ഒരു ഓർമ്മപ്പെടുത്തൽ, അതാണ് ഉസ്മാൻ അഫ്ഫാൻ നിർവഹിച്ചത്. താബിഈയായ അത്താ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ബാങ്ക് കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹം ഇന്നമാ കാന യദ്ഉന്നാസ ദുആഅൻ വലാ യുഅദ്ദിനു ബിഗൈരി അദാനി റസൂലില്ലാഹ്, അദ്ദേഹം ജനങ്ങളെ വിളിക്കുക മാത്രമാണ് ചെയ്തത്. നബി തങ്ങളെ വിളിച്ച ബാങ്കല്ലാത്തൊരു ബാങ്ക് ഉസ്മാൻ അഫ്ഫാൻ നിർവഹിച്ചിട്ടില്ല എന്ന് അത്താ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മുആവിയയുടെ കാലത്താണ് അത് പിന്നെ പള്ളിയിലേക്ക് വന്നത് എന്നാണ് അഭിപ്രായം രേഖപ്പെടുത്തപ്പെടുന്നത്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് തന്റെ കിതാബുൽ ഉമ്മിൽ 1-ാം വാളത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ അദ്ദേഹം ഈ സംഭവം രേഖപ്പെടുത്തുന്നു. അദ്ദേഹം പറഞ്ഞു, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ് ഈ ബാങ്ക് ഉണ്ടാക്കിയത് എന്നതിനെ അത്താ റളിയല്ലാഹു അൻഹു നിഷേധിച്ചിട്ടുണ്ട്. മുആവിയാണെന്ന് പറയപ്പെടുന്നു. വഅയ്യുഹുമാ കാന, അവർ രണ്ടിൽ ആരാണെങ്കിലും ശരി, ഫൽ അംറുല്ലദി അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ, നബിയുടെ കാലത്തുള്ളത് എന്താണോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ഇമാം ഷാഫി കിതാബുൽ ഉമ്മിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഉസ്മാൻ അഫ്ഫാൻ ഒരു സ്പെഷ്യൽ ബാങ്ക് ഉണ്ടാക്കിയിട്ടില്ല. ടൗണിൽ ഉയർന്ന സ്ഥലത്ത് ഒരു വീടിന്റെ മുകളിലോ മറ്റോ കയറി വെള്ളിയാഴ്ചയാണ് എന്ന നിലക്ക് ആളുകളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരു വിളിക്കൽ. പിന്നെ ഭരണത്തിന്റെ അവസാന കാലത്ത് ആ വിളിക്കാൻ ഉപയോഗിച്ച പദം ബാങ്കിന്റെ പദമാക്കി മാറ്റിയെന്നും ഇല്ല എന്നും ഒക്കെ ചില അഭിപ്രായങ്ങൾ ഫത്ഹുൽ ബാരിയിലൊക്കെ ചർച്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഏതായാലും ഒരു സുന്നത്തായി ഒരു ഇബാദത്തിന്റെ ഭാഗമായി ഒരു പുതിയ ബാങ്ക് ഉണ്ടാക്കിയതല്ല, ജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരു അനൗൺസ്മെന്റ്. അത് ഒന്നുകിൽ ബാങ്ക് കൊടുത്തു അല്ലെങ്കിൽ വിളിച്ചു പറയൽ, രണ്ടാണെങ്കിലും ഉസ്മാൻ അഫ്ഫാൻ അതാണ് ചെയ്തത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു, റമദാനൊക്കെ ആയാല് അത്താഴത്തിന് വിളിക്കാൻ ചില സംവിധാനങ്ങൾ. ചില സ്ഥലത്ത് ഒരു മുട്ട് ഉണ്ടാവും, ചില സ്ഥലത്ത് വേറെ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകും. കാരണം അന്ന് സമയം അറിയാൻ സംവിധാനമില്ല. എന്നതുപോലെയുള്ള ഒരു സംവിധാനം നമുക്ക് എന്താ ആവശ്യമുണ്ടോ നമുക്ക് ചെയ്യാം. അപ്പൊ വിദ്യാർത്ഥി എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ പോയി ഈ വാച്ചും ക്ലോക്കും ഒക്കെ ഇല്ലാതായി പോയി, ആൾക്ക് സമയ സംവിധാനം ഒന്നുമില്ല എങ്കിൽ പറ്റും. ഇപ്പൊ ചില കമ്പനി ഉണ്ടല്ലോ, തുടങ്ങാൻ നേരത്തെ പ്രത്യേക സൈറൺ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, ഒരുപാട് ദൂരേക്ക് കേൾക്കാം. എന്നതുപോലെ ഒരു സംവിധാനം ഉസ്മാൻ അഫ്ഫാൻ അന്ന് നടപ്പാക്കി ആളുകൾ പള്ളിക്ക് നേരത്തെ എത്താൻ വേണ്ടി. അതൊരു 10-11 മണിക്ക് ടൗണിൽ ഒരു ഉയർന്ന സ്ഥലത്ത് കയറി ഒരു വിളിച്ചു പറയൽ അല്ലെങ്കിൽ ബാങ്കിന്റെ വചനങ്ങൾ, അതാണ് ഉസ്മാൻ അഫ്ഫാൻ നടപ്പാക്കിയത്. അല്ല ഇന്ന നാട്ടിലുള്ളത് പോലെ ഒരു ബാങ്ക് കൊടുത്ത് കയറി 40 അടുത്ത ബാങ്ക് കൊടുത്ത് അങ്ങനത്തെ ഏർപ്പാട് ഉസ്മാൻ അഫ്ഫാൻ നടപ്പാക്കിയിട്ടില്ല. അല്ലാഹു അഅലം.